ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസ്സസ് ആണ്. ഓക്കെ, സോ നമ്മളിതുവരെ ഫാലസീസ് ആണ് പറഞ്ഞത്. വെസ്റ്റേൺ ലോജിക്ക് കംപ്ലീറ്റ് ആയി. വെസ്റ്റേൺ ലോജിക്ക് എന്താണെന്നും അതിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഡിസ്കസ് ചെയ്തു. ഫോർമൽ ഫാലസീസ്, ഇൻഫോർമൽ ഫാലസീസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്ക് അല്ലേ, നേരത്തെ വെസ്റ്റേൺ ലോജിക്കാണ്, ഇത് ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിനെ നമ്മൾ ന്യായ സിലോജിസം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ലോജിക്കിനെ കാറ്റഗോറിക്കൽ സിലോജിസം എന്നും അരിസ്റ്റോട്ടേലിയൻ സിലോജിസം എന്നും വിളിക്കുന്നത് പോലെ ഇന്ത്യൻ ലോജിക്കിനെ ന്യായ സിലോജിസം എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യൻ ലോജിക്ക് ഇൻഫറൻസ് അതുപോലെ തന്നെ അനലജി എന്നീ രണ്ട് കാര്യങ്ങൾ ബേസ്. അനലജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ ആണല്ലേ, കമ്പാരിസനെയും ഇൻഫറൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ലോജിക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ലോജിക്ക് ഇൻഡക്റ്റീവാണ്, ഡിഡക്റ്റീവാണ്, ഫോമലാണ്, മെറ്റീരിയലാണ്. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ലോജിക്ക് ഇൻഡക്റ്റീവും ആണ്, ഡിഡക്റ്റീവുമാണ്, അതുപോലെ തന്നെ ഫോമലാണ്, മെറ്റീരിയലാണ്. ഓക്കെ, അതായത് ഫോമിനെ ബേസ് ചെയ്തിരിക്കും, പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോം എന്ന് പറയുന്നത് ആ സെൻറ്റൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതിനെ സെൻറ്റൻസിൻ്റെ ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ വേർഡ്സ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, എ സെൻറ്റൻസ് ഇൻ ഓർഡർ ടു ബി ഇൻ്റലിജൻറ്റ് മസ്റ്റ് കൺഫേം ടു സർട്ടൻ കണ്ടീഷൻസ്. ഒരു സെൻറ്റൻസ് ഇൻ്റലിജിബിൾ ആവണമെങ്കിൽ, ഇൻ്റലിജിബിൾ എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ 4 കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം എന്നാണ് ഇന്ത്യൻ ലൊജീഷ്യൻസ് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് ആകാംക്ഷ. ആകാംക്ഷ എന്ന് പറയുന്നത് വേർഡ് ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സെൻറ്റൻസിന് ഒരു മീനിങ് ഉണ്ടാവുകയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, കൗ, ഹോഴ്സ്, മാൻ, എലഫൻറ്റ്. അതൊരു സെൻറ്റൻസ് ആണോ? അല്ല, കാരണം അവിടെ വേർഡ് ഓർഡർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ ഒരു സെൻസ് ഉണ്ടാവണമെങ്കിൽ വേർഡ് ഓർഡർ ഉണ്ടായിരിക്കണം എന്നാണ് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ആകാംക്ഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് യോഗ്യത. യോഗ്യത എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി സെൻറ്റൻസ് ആണ്. അതായത് നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസ് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ചാലാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയാലാണ് നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് മീനിങ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, വാട്ടർ ദ പ്ലാന്റ്സ് വിത്ത് ഫയർ. പ്ലാന്റ്സിന് നമ്മൾ വാട്ടർ ചെയ്യണം, എന്തുപയോഗിച്ച്? ഫയർ ഉപയോഗിച്ച്. അല്ല, പ്ലാന്റിന് നനയ്ക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? വെള്ളം ഉപയോഗിച്ചല്ലേ നനയ്ക്കേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസിൽ ഫയർ എന്ന് പറയുന്ന വേർഡ് കോൺട്രഡിക്ടറി ആണ് അവിടെ. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയാലാണ് നമുക്ക് ആ ഒരു മീനിങ് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ യോഗ്യത എന്ന് പറയുക. അപ്പോൾ ആ സെൻറ്റൻസിന് മീനിങ് ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി അടുത്തത് സന്നിധിയാണ്. സന്നിധി എന്ന് പറയുന്നത് ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് ദി വേർഡ്സ് ടു വൺ അനദർ. അതായത് വാക്കുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? പ്രോക്സിമിറ്റി ഉണ്ടായിരിക്കണം. അതായത് കൗ, എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈസ്, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗോയിങ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? മീനിങ് ഉണ്ടാവില്ല. അപ്പോൾ വാക്കുകൾ, ഓരോ വാക്കുകളും തമ്മിൽ പ്രോക്സിമിറ്റി ഉണ്ടായിരിക്കണം. പ്രോക്സിമിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പം അല്ലേ. കൗ ഈസ് ഗോയിങ് എന്ന്, അല്ലെങ്കിൽ കൗ ഈസ് വാക്കിംഗ്, ഇങ്ങനെ അടുപ്പിച്ച് പറയുമ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാവുന്നത്. കൗ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈസ് പറയുമ്പോൾ അതെന്തില്ല, അതിന് പ്രോക്സിമിറ്റി ഇല്ല. അപ്പോൾ പ്രോക്സിമിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് സന്നിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് താല്പര്യ. എന്താണ് താല്പര്യ? ദ വാലിഡിറ്റി ഓഫ് എ സെൻറ്റൻസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് പേർപ്പട്ട്, നോട്ട് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. അതായത് അതിൻ്റെ വാക്യാർത്ഥമല്ല അല്ലേ, വ്യംഗ്യാർത്ഥം കൂടെ കണക്കിലെടുത്തിട്ടാണ്. അതായത് എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വാഴ എന്ന് പറയുമ്പോൾ അവനൊരു വാഴയാണെന്ന് പറയുമ്പോൾ ഞാൻ അവനൊരു യൂസ്ലെസ് ആയിട്ടുള്ള ആളാണെന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഫിസിക്കലി വാഴ എന്നുള്ള അർത്ഥത്തിലല്ല, ലിറ്ററലി വാഴ എന്നുള്ള അർത്ഥത്തിലല്ല അല്ലേ. സോ നമ്മൾ ഓരോ വാക്കും അതിൻ്റെ ഏത് അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതായത് സ്പീക്കറിൻ്റെ ഇൻറ്റൻഷൻ. ഇപ്പം ഞാനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ആ സെൻറ്റൻസിന് മീനിങ് കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ താല്പര്യ എന്ന് പറയുന്നത്. അപ്പോൾ സംസാരിക്കുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്താവും ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇന്ത്യൻ ലോജിക്കിൽ ഒരു നോളേജ് അക്വയർ ചെയ്യാൻ 6 വഴികളുണ്ടെന്നാണ് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു നോളേജ് കിട്ടണം, എനിക്കൊരു നോളേജ് അറ്റൈൻ ചെയ്യണം. ആ നോളേജ് അറ്റൈൻ ചെയ്യാൻ എനിക്ക് 6 വഴികളുണ്ടെന്നാണ് ഇന്ത്യൻ ലൊജീഷ്യൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ വഴികളായിട്ട് നോക്കാം. ഒന്ന് എന്താണ്?
പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നോളേജാണ് അല്ലേ. ഇപ്പം ഞാനൊരു കാര്യം കണ്ടു, ആ കാര്യം കണ്ടിട്ട് ഞാനൊരു നോളേജ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അതെന്ത് വേ ആണ്? പ്രത്യക്ഷ. അപ്പോൾ 6 രീതിയിൽ എനിക്ക് നോളേജ് അക്വയർ ചെയ്യാം. അതിലൊരു വഴി എന്താണ്? പ്രത്യക്ഷ അഥവാ പെർസെപ്ഷൻ. ഞാൻ പെർസീവ് ചെയ്യുന്നു, ഞാൻ കണ്ട് മനസ്സിലാക്കുന്നു. ഓക്കെ, അതിന് 2 തരമുണ്ട്. ഡയറക്റ്റ് പെർസെപ്ഷൻ ഓർ അനുഭവ, അതുപോലെ തന്നെ റിമെമ്പേർഡ് പെർസെപ്ഷൻ ഓർ സ്മൃതി. ഈ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അറിവുകളാണ്. അതായത് ഞാൻ കണ്ട് മനസ്സിലാക്കുന്നു, കേട്ട് മനസ്സിലാക്കുന്നു, പിന്നെ രുചിച്ച് മനസ്സിലാക്കുന്നു, ഇങ്ങനെ തൊട്ട് മനസ്സിലാക്കുന്നു. ഇങ്ങനെ എൻ്റെ 5 പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അല്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അറിവിനെയാണ് ഡയറക്റ്റ് പെർസെപ്ഷൻ അഥവാ അനുഭവ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിമെമ്പേർഡ് പെർസെപ്ഷൻ? അതായത് ഞാനൊരു അറിവ് നേടിയെടുത്തു, ഞാനത് ഓർത്ത് വെച്ച് പിന്നീട് ഞാനത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് ഓർത്ത് വെച്ചിട്ട് അത് ചെയ്യുവാണെങ്കിൽ എന്താണ്? അത് റിമെമ്പേർഡ് പെർസെപ്ഷനാണ് അഥവാ സ്മൃതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് പെർസെപ്ഷൻ വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി പ്രത്യക്ഷ അഥവാ പെർസെപ്ഷന് 2 സ്റ്റേജുകളാണുള്ളത്. അതിലൊന്നാമത്തെ സ്റ്റേജ് എന്താണ്? നിർവികൽപ്പ, അതായത് വാട്ട് യു ലേൺ ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മൾ അതിനെ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് 4 കാലുള്ളത് എന്താണ്? 4 കാലുള്ളത് ഡോഗാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചേഴ്സ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം 4 കാലുള്ള പശുവിനെ കാണുമ്പോഴും പട്ടിയെ കാണുമ്പോഴും പൂച്ചയെ കാണുമ്പോഴും കുട്ടി എന്ത് വിചാരിക്കും? പട്ടിയാണെന്ന് വിചാരിക്കും. കാരണം 4 കാലുള്ളത് ഡോഗാണെന്ന് കുട്ടി മനസ്സിലാക്കി. പക്ഷേ കുട്ടിക്ക് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അറിയുന്നില്ല അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലേ. അതായത് ചില ഒബ്ജക്റ്റിനൊക്കെ കാണുമ്പോൾ അത് ഇതാണെന്ന് വിചാരിക്കും. അതെന്തുകൊണ്ടാണ്? കുട്ടിക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ റൗണ്ടായിട്ട് ഇരിക്കുന്നത് ആപ്പിളാണെന്ന് കുട്ടി ഒരു പിക്ചറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നതെല്ലാം കുട്ടി ആപ്പിളാണെന്ന് വിചാരിക്കും. അതെന്താണ്? അത് നിർവികൽപ്പ സ്റ്റേജിലാണ് അങ്ങനെ സംഭവിക്കുക. അതായത് കുട്ടി ഒന്ന് പെർസീവ് ചെയ്തു, അപ്പോൾ അതുമാതിരി ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും അതാണെന്ന് കുട്ടി ധരിക്കുന്നു. അതാണ് നിർവികൽപ്പ സ്റ്റേജിൽ സംഭവിക്കുന്നത്. ഇനി സവികൽപ്പ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ്? നമ്മൾ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നു. അതായത് വൈറ്റ് കളർ റൗണ്ടിലിരിക്കുന്നതെല്ലാം എഗ്ഗല്ല. അതായത് കൊഴുക്കട്ടയും വൈറ്റ് റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് കൊഴുക്കട്ടയാണെന്നും ഇത് എഗ്ഗാണെന്നും കുട്ടി തിരിച്ചറിയുന്ന ആ ഒരു സ്റ്റേജാണ് എന്ത്? സവികൽപ്പ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷയ്ക്ക് 2 സ്റ്റേജാണുള്ളത്, നിർവികൽപ്പ ആൻഡ് സവികൽപ്പ. ഇനി അടുത്തതായിട്ട് ഈ പ്രത്യക്ഷയിൽ തന്നെ വരുന്ന ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. അതിനകത്ത് ലൗകികയുണ്ട്, അലൗകികയുണ്ട്. ലൗകിക എന്ന് പറയുന്നത് ഓർഡിനറി ലേണിംഗ് ആണ്. അതായത് കുട്ടി എന്താണ് ഓർഡിനറി ആയിട്ട് ചില മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഫ്ലെയിമിൽ കൊണ്ടുപോയിട്ട് കൈ വെച്ചു, അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഓക്കെ കയ്യിൽ ഫ്ലെയിമിൽ തൊട്ടാൽ അല്ലെങ്കിൽ തീയിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് കുട്ടി ഡയറക്റ്റായിട്ട് മനസ്സിലാക്കിയ നോളേജാണ്. അത് ഓർഡിനറി നോളേജാണ്, ലൗകിക. അതായത് കുട്ടി അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു നോളേജാണത്. ഇനി അലൗകിക എന്ന് പറയുന്നത് അതൊരു എക്സ്ട്രാ ഓർഡിനറി നോളേജാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് മനസ്സിലാക്കിയതല്ല അത്. ഇപ്പം നമ്മൾ പറയുകയാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല. അതായത് അത് കുട്ടിയുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവമല്ല. അതായത് ഇപ്പം മറ്റേത് കൈ പൊള്ളി അത് മനസ്സിലാക്കി, ഇനി ഐസിൽ തൊട്ടു കൈ നല്ല തണുപ്പ് വന്ന് മരവിച്ചു, അപ്പോഴും കുട്ടി ഐസിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ മരവിക്കും എന്ന് മനസ്സിലാക്കി. അത് ലൗകിക നോളേജാണ്. അലൗകിക എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും അല്ലേ. പ്രായോഗികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതിനെയാണ് നമ്മൾ അലൗകിക എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രത്യക്ഷയിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, ഇനി സാമാന്യ ലക്ഷണ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്. അതെന്താണ്? യൂണിവേഴ്സലിനെ പെർസീവ് ചെയ്യുക. അതായത് നമ്മൾ നോർമലായിട്ട് കാണുന്നത്, ഇപ്പോൾ ഈ ലൗകിക എന്ന് പറയില്ലേ അതുപോലെ തന്നെ. ഇനി ജ്ഞാനലക്ഷണ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പെർസെപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ അലൗകിക എന്ന് പറഞ്ഞില്ലേ, അത് എന്തിന് സിമിലർ ആണ്? ജ്ഞാനലക്ഷണയ്ക്ക് തുല്യമാണ്. ഇനി യോഗജ എന്ന് പറയുന്നത് ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള നോളേജാണ്. അതായത് ചില കാര്യങ്ങൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ല, ഓക്കെ അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ്ലി കാണുന്നതോ മനസ്സിലാക്കുന്നതോ അല്ല, നമുക്കൊരു തോന്നൽ വരുന്നതാണ്, ഓക്കെ ഇത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് യോഗജ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രമാണം പഠിച്ചു അല്ലേ. പ്രമാണം എന്ന് പറയുന്നത് നോളേജ് അക്വയർ ചെയ്യാനുള്ള 6 വഴികളിൽ ഒരു വഴി എന്താണ്? പ്രത്യക്ഷ പ്രമാണ അഥവാ പെർസെപ്ഷൻ. അതിൽ ഒന്നാമത്തെ പ്രമാണം നമ്മൾ പഠിച്ചു പ്രത്യക്ഷ. ഇനി രണ്ടാമത്തെ പ്രമാണമാണ് അനുമാന. അനുമാനിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അനുമാന അഥവാ ഇൻഫറൻസ്. ഓക്കെ, അപ്പോൾ അത് ഡിഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഒരു കാര്യം കണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കാം എന്ന് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അല്ലേ. അപ്പോൾ അതാണ് അനുമാന എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി കാണുന്നതല്ല അല്ലേ. ഡയറക്റ്റ്ലി കാണുവാണെങ്കിൽ അതെന്താണ്? പെർസെപ്ഷനാണ്. ഡയറക്റ്റ്ലി കണ്ട് ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അത് പ്രത്യക്ഷ പ്രമാണമാണ്. ഇനി ഒരു കാര്യം കണ്ടിട്ട് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്, അതെന്താണ്? അനുമാന പ്രമാണ ഓർ ഇൻഫറൻസ്. ഓക്കെ, ഇനി വ്യാപ്തി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതിവിടെ മനസ്സിലാക്കേണ്ടതാണ്. വ്യാപ്തി എന്ന് പറയുന്നത് മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് വ്യാപ്തി എന്ന് പറയുന്നത്. അതായത് മിഡിൽ ടേമും മേജർ ടേമും എത്രത്തോളം റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് വ്യാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അനുമാന പറഞ്ഞു അല്ലേ. അനുമാന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഫറൻസ് ആണ്. അപ്പോൾ അനുമാനക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഡറിൽ എഴുതാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അനുമാന. അപ്പോൾ അനുമാനയുടെ സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അനുമാന എന്ന് പറയുമ്പോൾ നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതാണെന്ന് പറഞ്ഞു. ഡയറക്റ്റായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നതല്ല, ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അതാണ് അനുമാന. അപ്പോൾ അനുമാനക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ്? പ്രതിജ്ഞ. പ്രതിജ്ഞ എന്ന് പറയുന്നത് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മളങ്ങ് പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഹിൽ ഹാസ് ഫയർ, കുന്നിൽ തീയുണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പ്രതിജ്ഞ. നമ്മൾ ആദ്യം എന്ത് പറയും? കുന്നിൽ തീയുണ്ടെന്ന് അങ്ങ് പറയും അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഒരു കാര്യത്തിലേക്ക് അനുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണോ നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഉദ്ദേശിച്ചത് അത് ആദ്യമേ തന്നെ അങ്ങ് പ്രപ്പോസ് ചെയ്യും. അതാണ് പ്രതിജ്ഞ. നമ്മളങ്ങ് പ്രതിജ്ഞ അല്ലേ, നമ്മൾ ആദ്യം ഒരു പ്രതിജ്ഞ എടുത്തിട്ടല്ലേ തുടങ്ങുക അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തത് ഹേതു. ഹേതു എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം അല്ലേ. ഹേതു എന്ന് നമ്മൾ അതിൻ്റെ മീനിങ് എന്താണ്? കാരണം എന്നാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രതിജ്ഞയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസൺ ആണ്, എന്തുകൊണ്ട് ഞാൻ ആ പ്രപ്പോസിഷൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹിൽ ഹാസ് ഫയർ എന്ന് പറയുന്നതാണ് എൻ്റെ പ്രതിജ്ഞ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ബിക്കോസ് ദർ ഇസ് സ്മോക്ക്, അവിടെ പുകയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പ്രതിജ്ഞയിൽ എന്ത് പറഞ്ഞത്? ഹില്ലിൽ ഫയർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഹേതു. മൂന്നാമത്തത് ഇനി സ്മോക്ക് ഉണ്ട് അതുകൊണ്ട് ഫയർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം പറയണം അല്ലേ. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, ദാറ്റ് ഈസ് ഉദാഹരണ. ഒരു എക്സാമ്പിൾ അങ്ങ് കൊടുക്കും. അതെങ്ങനെയായിരിക്കും? വേറെവർ ദർ ഇസ് സ്മോക്ക് ദർ ഇസ് ഫയർ അല്ലേ. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട്. അപ്പോൾ അതാണ് ഉദാഹരണ. അപ്പോൾ ഒരു അനുമാനയുടെ സ്ട്രക്ചർ എന്താണ്? ആദ്യം നമ്മൾ പ്രതിജ്ഞ പറയും, പിന്നെ നമ്മൾ ഹേതു റീസൺ പറയും, മൂന്നാമത് എക്സാമ്പിൾ കൊടുക്കും അഥവാ ഉദാഹരണ. ഇനി നാലാമത് എന്താണ്? ഉപനയ. ഇനി ആ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും അല്ലേ. അതിനെയാണ് ഉപനയ അഥവാ ആപ്ലിക്കേഷൻ. ഇനി അഞ്ചാമത്തത് എന്താണ്? നിഗമന. നിഗമന എന്ന് പറയുമ്പോൾ കൺക്ലൂഷനാണ്. അതുകൊണ്ട് therefore നമ്മൾ ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പ്രതിജ്ഞയിലെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ therefore ഹിൽ ഹാസ് ഫയർ എന്ന് നമ്മൾ അങ്ങ് പ്രൂവ് ചെയ്യും. അതാണ് ഒരു അനുമാനയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അനുമാന തുടങ്ങുമ്പോൾ ഒരു പ്രതിജ്ഞ വെച്ചിട്ടാണ് തുടങ്ങുക. പിന്നെ ഹേതു കാരണം പറയും, പിന്നെ ഉദാഹരണം പറയും, എക്സാമ്പിൾ പറയും. അത് കഴിഞ്ഞിട്ട് അതിനിവിടെ അപ്ലൈ ചെയ്യും ഉപനയ. അത് കഴിഞ്ഞിട്ട് നിഗമനത്തിലേക്ക് എത്തിച്ചേരും. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിജ്ഞ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൂഫെല്ലാം വെച്ചിട്ട് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രതിജ്ഞ കറക്റ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റ്മെൻറ്റിനെ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അനുമാന പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷ പ്രമാണ പറഞ്ഞു, അനുമാന പ്രമാണ പറഞ്ഞു. ഓക്കെ, ഇനി അനുമാനക്ക് 3 ടേംസ് ഉണ്ട്. നമ്മൾ നേരത്തെ വെസ്റ്റേൺ ലോജിക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ആ പറഞ്ഞ 3 ടേമുകൾ ഉണ്ടല്ലോ, ആ സെയിം ടേമുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് ടേമുകൾ നമ്മളിവിടെ പഠിക്കുന്നു എന്ന് മാത്രം. ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ടേമിനെ ഹേതു ഓർ ലിംഗ എന്ന് വിളിക്കും അല്ലേ. കാരണം അത് കാരണമാണല്ലോ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അപ്പോൾ മിഡിൽ ടേം എന്തായിരിക്കും? ഹേതു അഥവാ ലിംഗ. അതിനെ ലിങ്ക് ചെയ്യുന്ന കാര്യമാണ് എന്ത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, ഹേതു ലിംഗ, അതാണ് മിഡിൽ ടേം. ഇനി മേജർ ടേം എന്താണ്? സാധ്യ. മേജർ ടേം എന്താണ്? സാധ്യ. മൈനർ എന്താണ്? പക്ഷ. മൈനർ പക്ഷ.
മേജർ ടേം സാധ്യ, മിഡിൽ ടേം എന്താണ് ഹേതു ഓർ ലിംഗ. ഓക്കെ, അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ മിഡിൽ ടേമിന്, ഇവിടെ ഇന്ത്യൻ ലോജിക്കിൽ എന്താ പറയുക, ഹേതു ഓർ ലിംഗ. മേജർ ടേമിന് നമ്മൾ എന്ത് പറയും, സാധ്യ. മൈനർ ടേമിന് നമ്മൾ എന്ത് പറയും, പക്ഷ. അപ്പോൾ അനുമാനയിലാണ് നമ്മൾ ഈ പറയുന്ന സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ നമ്മൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അനുമാനത്തിലല്ലേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുള്ളൂ. പ്രത്യക്ഷയിൽ എന്താണ്, അത് കണ്ടു, നമ്മൾ മനസ്സിലാക്കി. അനുമാനയിൽ എന്താണ്, ഇതിങ്ങനെയാണ്, അതുകൊണ്ട് ഇതിങ്ങനെയാണ്, അങ്ങനെ അവിടെയല്ലേ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അനുമാനയിലാണ് മിഡിൽ ടേമും മേജർ ടേമും മൈനർ ടേമും ഒക്കെ വരുന്നത്. പ്രത്യക്ഷയിൽ എന്താണ്, കണ്ടു മനസ്സിലാക്കി. അവിടെ പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അനുമാന കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പേർപ്പസ് ആണ്. പേർപ്പസ് അനുസരിച്ചിട്ട് അനുമാനയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സ്വാർത്ഥാനുമാന ആൻഡ് പരാർത്ഥാനുമാന. സ്വാർത്ഥാനുമാനം എന്ന് വെച്ചാൽ സ്വാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് വേണ്ടി ഞാനൊരു കാര്യം ഇൻഫർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം കണ്ടു, ഞാൻ അതിൽ നിന്നൊരു ഇൻഫറൻസിലേക്ക് എത്തി, അതാണ് സ്വാർത്ഥാനുമാന. ഇനി പരാർത്ഥാനുമാനം എന്താണ്, നമ്മൾ വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാണ്, കണ്ടോ ഇതിങ്ങനെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ആവാനല്ലേ സാധ്യത എന്ന് ഞാൻ അവരെ കൊണ്ട് ഒരു അനുമാനത്തിലേക്ക് എത്തിപ്പിക്കുകയാണെങ്കിൽ അത് പരാർത്ഥാനുമാന. ഞാനൊരു കാര്യം സ്വയം കണ്ട് ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് സ്വാർത്ഥാനുമാന. ഞാൻ മറ്റൊരാളടുത്ത് പറഞ്ഞ്, കണ്ടോ ഇതിങ്ങനെയാണ്, അതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കില്ലേ എന്ന് പറയുവാണെങ്കിൽ അതെന്താണ്, പരാർത്ഥാനുമാന. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പേർപ്പസ് അനുസരിച്ചിട്ട് അനുമാനയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സ്വാർത്ഥാനുമാന ആൻഡ് പരാർത്ഥാനുമാന. ഇനി കോസൽ റിലേഷൻ അനുസരിച്ചിട്ട്, അതായത് കാരണം അനുസരിച്ച്, അതായത് ഇതിൻ്റെ കോസും റീസണും ഒക്കെ അനുസരിച്ചിട്ട് എന്താണ്, നമുക്ക് അനുമാനയെ മൂന്നായിട്ട് തരംതിരിക്കാം. ഇത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പൂർവാവത്, പൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ, ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേരുവാണ്. അതായത് ഒരു റിസൾട്ട് ഉണ്ടാവുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ റിസൾട്ട് നമ്മൾ അനുമാനിക്കുവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. നല്ല മേഘം കണ്ടു, മഴ പെയ്തിട്ടില്ല. ഓക്കെ, നല്ല മേഘം, കറുത്ത മേഘം കണ്ടു, മഴ പെയ്തിട്ടില്ല. ഞാൻ പറയുവാണ് മഴ പെയ്യും. അതായത് ആ റിസൾട്ട് എന്താണ്, മഴ പെയ്യുക. പക്ഷേ മഴ പെയ്തോ, ഇല്ല. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ പൂർവം, ആ റിസൾട്ട് സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അതെന്താണ്, പൂർവാവത്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പെർസീവ് ചെയ്തിട്ടില്ല. എന്താണ് ഇഫക്റ്റ്, മഴ ഞാൻ പെർസീവ് ചെയ്തോ, പെർസീവ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടോ, ഇല്ല. പക്ഷേ കാരണത്തിനെ ഞാൻ പെർസീവ് ചെയ്തു. കാരണം എന്താണ്, മഴ പെയ്യാനുള്ള കാരണം എന്താണ്, മഴക്കാറ് ഞാൻ പെർസീവ് ചെയ്തില്ലേ, പെർസീവ് ചെയ്തു, കണ്ടു. അപ്പോൾ ഇഫക്റ്റ് പെർസീവ് ചെയ്തിട്ടില്ല, പക്ഷേ കോസ് ഞാൻ എന്ത് ചെയ്തു, പെർസീവ് ചെയ്തു. അതാണ് പൂർവാവത്. ഇനി ശേഷാവത്, മഴ പെയ്തത് നമ്മൾ ഇപ്പോൾ മഴ പെയ്യുന്നതല്ല, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ശേഷാവതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താണ്, മുറ്റത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു, അടുത്തുള്ള പുഴയിൽ നല്ല പോലെ വെള്ളം കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്താണ്, പുഴയിൽ വെള്ളം കൂടുക, മുറ്റത്ത് വെള്ളം നിറയുക. പക്ഷേ ഇതിൻ്റെ കാരണം എന്തായിരുന്നു, തലേ ദിവസം രാത്രി പെയ്ത മഴയാണ്. പക്ഷെ നമ്മൾ മഴ അറിഞ്ഞിട്ടില്ല, മഴ കണ്ടിട്ടില്ല. പക്ഷെ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. ഈ മഴയുടെ റിസൾട്ട് എന്താണ്, അടുത്തുള്ള പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട്, മുറ്റത്തൊക്കെ നല്ലപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. റിസൾട്ട് നമ്മൾ കണ്ടു, പക്ഷേ റീസൺ നമ്മൾ കണ്ടില്ല അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇഫക്റ്റ് നമ്മൾ പെർസീവ് ചെയ്തു, പക്ഷേ കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മഴ അല്ലേ. അതിന് കാരണമായത് എന്താണ്, മഴ നമ്മൾ കണ്ടില്ല. അതെന്താണ്, ശേഷാവത്. അപ്പോൾ പൂർവാവത് എന്ന് പറയുന്നത് മുന്നേ അല്ലേ, ആ റിസൾട്ട് വരുന്നതിന് മുന്നേ പെർസീവ് ചെയ്യുക. ശേഷാവത് റിസൾട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാരണത്തിനെ പെർസീവ് ചെയ്യുക, കാരണത്തിനെ അനുമാനിക്കുക. അതാണ് ശേഷാവത്. ഓക്കെ, ഇനി സാമാന്യതാ ദൃഷ്ട. എന്താണ് ഈ സാമാന്യതാ ദൃഷ്ട എന്ന് പറയുന്നത്, അതായത് സമാനം അല്ലേ. സാമാന്യതാ ദൃഷ്ട എന്ന് പറയുമ്പോൾ കാണാൻ ഒരുപോലെ ഇരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേരുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കൊമ്പുള്ള മൃഗങ്ങൾക്കൊക്കെ പൊതുവേ കുളമ്പുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ കുറേ മൃഗങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത മൃഗങ്ങളാണ്, അത് ഒരു ലോറിയിൽ കൊണ്ടുപോകുന്ന കണ്ടു. അപ്പോൾ അതിൻ്റെ കാല് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ്, ഈ മൃഗങ്ങൾക്കൊക്കെ കൊമ്പുണ്ട്.
അപ്പം നമ്മൾ കൊമ്പുള്ള മൃഗത്തിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കുളമ്പുണ്ട്. അപ്പം നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്, ഓക്കെ കൊമ്പുള്ള എല്ലാ മൃഗങ്ങൾക്കും കുളമ്പുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഈ മൃഗത്തിനും കൊമ്പുണ്ട്, അതുകൊണ്ട് ഇതിനും എന്തുണ്ടാവും, കുളമ്പുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? ആ സമാനമായിട്ട് അല്ലേ, ഈ കൊമ്പുണ്ട് എന്നുള്ള എന്താണ് ആ ഒരു സിമിലാരിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പോൾ പൂർവാവത് ശേഷാവത് സാമാന്യത ദൃഷ്ട. അപ്പം ഇത്രയാണ് ബേസ്ഡ് ഓൺ കോസൽ റിലേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ അനുമാനയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അനുമാനയെ എത്ര ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അതിലൊന്നാമത്തത് കേവൽ അന്വയി എന്ന് പറയുന്നത് ഇൻഫറൻസ് ഒക്കേഴ്സ് വെൻ മിഡിൽ ടേം ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു മേജർ ടേം. അതായത് മിഡിൽ ടേം എപ്പോഴും മേജർ ടേമുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആയിരിക്കും. പോസിറ്റീവ്ലി എന്ന് പറയുമ്പോൾ എപ്പോഴും നോട്ടില്ലാതെ ഈസ് എന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ദെർഫോർ ഹിൽ ഈസ് ഫയറി. ഇവിടെ ഏതാണ് മേജർ ടേം? ഫയറി. കാരണം കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് ആണല്ലോ മേജർ ടേം ഫയറി. ഏതാണ് മൈനർ ടേം? ഹില്ലാണല്ലേ. അപ്പോൾ കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് മൈനർ ടേം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ടേം എപ്പോഴും പോസിറ്റീവ്ലി റിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ടു മേജർ ടേം. അപ്പോൾ ഇവിടുത്തെ മേജർ ടേം എന്താണ്? ഫയറി. അപ്പോൾ ഓൾ സ്മോക്കി ഒബ്ജക്ട്സ് ആർ ഫയറി, അത് പോസിറ്റീവ്ലി റിലേറ്റഡ് അല്ലേ. ഇവിടുത്തെ ഫയറി എന്ന് പറയുന്ന മേജർ ടേമുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് സ്മോക്കി എന്ന് പറയുന്ന മിഡിൽ ടേം. കാരണം സ്മോക്കി എന്ന് പറയുന്നതാണ് മിഡിൽ ടേം. എങ്ങനെയാണ് മനസ്സിലായത്? കാരണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും സ്മോക്കി എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അല്ലേ, അപ്പോൾ അതായിരിക്കും മിഡിൽ ടേം. അപ്പോൾ മിഡിൽ ടേം ആയ സ്മോക്കി പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്തുമായിട്ട്? ഫയറിയുമായിട്ട്. അപ്പോൾ ഇതെന്താണ്? കേവലന്വയി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേവല വ്യതിരേകി. മിഡിൽ ടേം ഈസ് ഓൾവേസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു മേജർ ടേം. ഇവിടുത്തെ സെൻറ്റൻസ് നോക്കിയേ, ഹിൽ ഈസ് ഫയറി. ഏതാണ് മേജർ ടേം? ഫയറി. ഇവിടെ ഫയറി എന്ന് പറയുന്ന മേജർ ടേം നോ എന്നുള്ളതാണ് വന്നേക്കുന്നത്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും? കേവല വ്യതിരേകി. വ്യതിരേകി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് അല്ലേ, അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ്ലി റിലേറ്റഡ് എന്ന് ഓർക്കുക. അപ്പോൾ കേവൽ അന്വയി പോസിറ്റീവ്ലി റിലേറ്റഡ്, മേജർ ടേം മിഡിൽ ടേമുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ്. കേവല വ്യതിരേകിയോ? നെഗറ്റീവ്ലി റിലേറ്റഡ്. ഇനി അന്വയ വ്യതിരേകി എന്ന് പറയുമ്പോൾ മിഡിൽ ടേം പോസിറ്റീവ്ലിയും നെഗറ്റീവ്ലിയും റിലേറ്റഡ് ആവുകയാണെങ്കിൽ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അത് പോസിറ്റീവ്ലി റിലേറ്റഡും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നെഗറ്റീവ്ലി റിലേറ്റഡും ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? അന്വയ വ്യതിരേകി എന്ന് വിളിക്കും. അപ്പോൾ കേവല അന്വയി എന്ന് പറയുമ്പോൾ മിഡിൽ ടേം എപ്പോഴും മേജർ ടേമുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. എന്താണ് കേവല വ്യതിരേകി എന്ന് പറയുകയാണെങ്കിൽ മിഡിൽ ടേം എപ്പോഴും മേജർ ടേമുമായിട്ട് നെഗറ്റീവ്ലി റിലേറ്റഡ്. ഇവിടെ പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ഒരുമിച്ച് വരുവാണെങ്കിൽ അന്വയ വ്യതിരേകി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അനുമാനയുടെ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പ്രമാണങ്ങളാണ് പഠിച്ചത്, പ്രത്യക്ഷ പ്രമാണ അതുപോലെ തന്നെ അനുമാന പ്രമാണ. അപ്പോൾ അനുമാന പ്രമാണയുടെ ഡിഫറെൻറ്റ് ടൈപ്സും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രണ്ട് പ്രമാണമായിട്ട് പറയാനുള്ളത്. ഇനി ഒരു 4 പ്രമാണം കൂടെ പറയാനുണ്ട്, പിന്നെ ഇതിനകത്ത് വരുന്ന ഫാലസിയും കൂടെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2 ക്ലാസ്സസും കൂടെ വേണ്ടി വരുമായിരിക്കും. ഓക്കെ, താങ്ക് യു. Vuélvete loco.